നമസ്കാരം. പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര പ്രവാസകാര്യ വകുപ്പ് കേന്ദ്ര വിദേശകാര്യ വകുപ്പുമായി ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും വിദേശകാര്യം, വിദേശ തൊഴിലാളികൾ, പാസ്പോർട്ട് തുടങ്ങിയവയ്ക്ക് ഏകീകൃത സംവിധാനമാണുള്ളത്. എന്നാൽ ഇന്ത്യയിൽ മാത്രം ഇവയ്ക്ക് 3 വകുപ്പുകളാണ്. ഇതിനു പുറമെ മറ്റനവധി കാരണങ്ങൾ കൊണ്ടും ഈ 2 വകുപ്പുകൾ തമ്മിൽ ലയിക്കുന്നതിനോടാണ് പ്രവാസ ലോകത്തിന് താല്പര്യം. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തേണ്ടത് പ്രവാസി സംഘടനകൾ തന്നെയാണ്. ഈ ചർച്ചകൾക്കായി പ്രവാസ ലോകവും കാതോർത്തിരിക്കുന്നു. പ്രവാസ ലോകത്തിന്റെ പുതുമ നിറഞ്ഞൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 150 കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ മന്ത്രാലയം നിർത്തിവെച്ചു. വിസ നേടിയതിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ നിർത്തിവെച്ചതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അബ അൽ ഖൈൽ അറിയിച്ചു. ഈ കമ്പനികൾ നേടിയ 4500 വിസകളും മരവിപ്പിച്ചു. കമ്പനികൾക്കെതിരെ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പിന് ഫയൽ കൈമാറി. ഗവൺമെന്റുമായി വിവിധ പദ്ധതികൾക്ക് കരാറിൽ ഏർപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടിയുണ്ടായത്. കമ്പനികൾ അർഹമായതിൽ കൂടുതൽ വിസ നേടിയതായി തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കൈക്കൊണ്ടത്. അതേസമയം വ്യക്തികൾക്ക് ഗാർഹിക തൊഴിലാളികളെ നൽകുന്നത് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് നിർത്തിവെച്ചു. 19 രാജ്യങ്ങൾക്ക് വീട്ടുവേലക്കാരികൾ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളെ നൽകുന്നതാണ് നിർത്തിവെച്ചത്. ഇവയിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്നു. 2015 ജൂലൈ 1 ഉത്തരവിറക്കിയതെങ്കിലും 2016 ജനുവരി 20 സൗദി അറേബ്യയ്ക്ക് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭിച്ചത്. ഖമീസ് മുഷയത്തിൽ നിന്നും 700 കിലോമീറ്ററുകൾ അകലെ വാദി ദവാസറിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിജീഷിന് അസീർ പ്രവാസി സംഘം ചികിത്സാ സഹായം സംഘം കേന്ദ്ര എക്സിക്യൂട്ടീവ് മെമ്പർ നൌഷാദ് പടിച്ചാൽ കൈമാറി. ദുബായിൽ മരണപ്പെട്ട പാലക്കാട് പെരിങ്ങോട്ടുകുറിച്ചി സ്വദേശി സതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ സ്വരൂപിച്ച തുക ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ചാമുണ്ണി സതീഷിന്റെ ഭാര്യ സൗമിനിക്ക് കൈമാറി. പ്രവാസലോകം ദുബൈ പ്രതിനിധി KL ഗോപിയാണ് സഹായധനം നാട്ടിലെത്തിച്ചത്. ആലത്തൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗം ഭവദാസ്, കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മജീദ്, ജില്ലാ സെക്രട്ടറി ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. 2015 ഏപ്രിലിൽ മുംബൈയിലേക്ക് ഒരു ബന്ധുവിനോടൊപ്പം ജോലിക്ക് പോയ ആലപ്പുഴ സ്വദേശി മനീഷ് അംബർനാഥിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ നവംബർ 27 അവസാനമായി വീട്ടിലേക്ക് വിളിച്ച മനീഷ് സ്വബോധമില്ലാത്ത രീതിയിലാണ് കുടുംബാംഗങ്ങളോട് സംസാരിച്ചത്. അജ്ഞാതമായ എന്തോ കാരണത്താൽ മനീഷ് ഭയന്നിരിക്കുകയാണ് എന്ന് മാത്രം കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായി. ഈ ഫോൺ വിളിക്ക് ശേഷം മനീഷ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. മുംബൈ പോലീസിലും പത്രത്തിലും പരാതി നൽകിയെങ്കിലും മനീഷിനെ കണ്ടുകിട്ടാനാവാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബാംഗങ്ങൾ ഇന്ന് പ്രവാസ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മനീഷിന്റെ അച്ഛനും അമ്മയും സഹോദരിയും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഇവരോട് തന്നെ മനീഷിനെ കുറിച്ച് ചോദിക്കാം. എത്ര കൊല്ലമായി പോയിട്ട്? 10 മാസം. 10 മാസമായിട്ടുള്ളൂ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? +2 കഴിഞ്ഞിട്ട് മറൈൻ സയൻസ് പഠിച്ചു. അമർനാഥില് ജോലി ഉണ്ടായിരുന്നു? അല്ല, പഠിച്ചത് ഇവിടെ എറണാകുളത്താണ്. അവിടെ ജോലി ഉണ്ടായിരുന്നു? അമർനാഥിൽ ജോലി ഉണ്ടായിരുന്നു. ഒരു കമ്പനി ജോലി ചെയ്യുമായിരുന്നു. എത്ര വയസ്സായിരുന്നു മോന്? 20 വയസ്സ്. അത്രേ ആയിട്ടുള്ളൂ. ഇയാൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും വിഭ്രാന്തിയോ ഇല്ല ഒരു ഭയോ ചെറുപ്പത്തിലൊക്കെ കുട്ടികളുണ്ടാവുമല്ലോ? ഒന്നുമില്ല. ആളെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആളെ അധികം സംസാരിക്കത്തില്ല, നല്ല ഒത്തിരി കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെ ഏകാന്ത ഇതുപോലുള്ള അല്ലേ, ഏകാഗിയെ പോലെയുള്ള ഒരാളാ? ഒറ്റയ്ക്കില്ല, എന്നാലും ഒത്തിരി കൂട്ടുകാരില്ല, പൊതുവെ ഒരു ഉള്ളിലേക്ക് വലിഞ്ഞ ആളാ അല്ലേ? അല്ലേ? നിങ്ങളോടൊക്കെ മോളോടൊക്കെ എങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റുള്ളവരുടെ പോലെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയുന്ന ഒരാളല്ല. അല്ലല്ലോ.
സ്വാഭാവികമായിട്ടൊരു നിശബ്ദമായിട്ടിരിക്കുന്ന ഒരാളാണ്. അവിടുത്തെ മാനേജരും പറഞ്ഞത് ആരോടും മിണ്ടാറില്ല എന്ന്. അവിടെ ബോംബെ ചെന്നിട്ട് എവിടെയെങ്കിലും ഒഴിച്ച കൂടി നിൽക്കുക, ആ പണി പറയുന്ന ചെയ്യും, അത്ര അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊതുവെ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടോ? ഭയന്നു. അവിടെ വേറെ 2 തമിഴ്നാട്ടിലെ ആൾക്കാർ താമസിച്ചിരുന്നേ. അപ്പൊ അവര് പിന്നെ ദീപാവലിക്ക് നാട്ടിൽ പോയി. അപ്പൊ പുള്ളി ഒറ്റയ്ക്കായി റൂമില്. ആ ടൈമിൽ എന്തോ ഭയന്നിട്ട് അതാണ് അതൊന്നും ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. ഭയന്നിട്ടന്ന് ബോംബെ ചേട്ടന്റെ വീട്ടില് പോയി രാത്രി തന്നെ. ചേട്ടൻ അവിടെ? ചേട്ടന്റെ അടുത്ത്, എന്റെ ചേട്ടന്റെ. അവിടെ ചെന്നിട്ടും പുള്ളി ഒരു നല്ല ഇതല്ല. തോന്നിയില്ല ചേട്ടനല്ലേ? അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ അവിടെ ഇതിന്റെ ആങ്ങളയുണ്ട്, അമ്മയുടെ ആങ്ങള. അപ്പൊ അമ്മാവന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞാ ബോംബെന്ന് പോകുന്നത്. വഴിക്ക് വെച്ചാണ് ഇതിനെ തള്ളെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് മൊബൈൽ കട്ട് ചെയ്തു. പിന്നെ ഇതുവരെ അത് ഓൺ ചെയ്തിട്ടുമില്ല. എവിടെ എന്തുവാണെന്നൊരു, എങ്ങോട്ട് പോയെന്നൊരു ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ പോയി. നിങ്ങൾ പോയി ബോംബെ പോയിട്ട് 15 ദിവസം അവിടെ നിന്ന് അവിടെ എല്ലാം കമ്പനിയിലും അങ്ങനെ തിരക്കാവുന്നിടത്തെല്ലാം തിരക്കി. ഇവിടെ വന്നിട്ടൊരു വിവരവും കിട്ടാതെ ഞാൻ തിരിച്ചു പോരുമായി. അവിടെ തുണിയും പിന്നെ പെട്ടിയും പിന്നെ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടും ഇതെല്ലാം റൂമിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പ്രവാസ ലോകം പ്രേക്ഷകരോടും ആണ് കൂടുതലായിട്ട്. മനീഷ് 20 വയസ്സുള്ള മോനാണ്. വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് മനീഷിനെ ബോംബെയിലേക്ക് ജോലിക്ക് അയച്ചത്. മനീഷിൻ്റെ ഒരു സ്വഭാവ വിശേഷങ്ങളാണ് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ പറഞ്ഞത്. ഭയമുള്ള ഒരു മോനാണ്. ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുള്ള കുട്ടിയാണ്. പൊതുവെ പുറത്തു പോയി ജോലി ചെയ്യാൻ മാനസികമായി കരുത്തില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് മനീഷിനെ തോന്നിയത്. മനീഷ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയും അറിയുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ ദിവസത്തിന് ശേഷം അദ്ദേഹം ഇതൊന്നും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. ഈ പിതാവ് അദ്ദേഹത്തെ കൊണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും എല്ലാം മനീഷിനെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ബോംബെ പോലുള്ള ഒരു വലിയ ലോകത്ത് മനീഷിനെ പോലെയുള്ള ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് അത്ര ലളിതമായ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലപ്പോൾ പ്രവാസ ലോകത്തിന് ചിലപ്പോൾ കഴിഞ്ഞേക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മനീഷിനെ അറിയുന്ന ആരെങ്കിലും മനീഷിനെ കണ്ട ആരെങ്കിലും റോട്ടിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും വെച്ചിട്ടോ കണ്ട ആളുകളുണ്ടെങ്കിൽ അവരും മനീഷിനോട് പറയണം, നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കാൻ, അല്ലെങ്കിൽ മനീഷിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് നിങ്ങളെങ്കിലും വിളിക്കണം. ഇതാണ് നമുക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരവസ്ഥയിലാണ് മാതാപിതാക്കളൊക്കെ. എന്താ ചെയ്യുക? നിങ്ങൾ പറയാം. ഇത്തരത്തിലുള്ള അപ്രത്യക്ഷമാകുന്ന വ്യക്തികളെ തേടി കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? 5 കൊല്ലമായിട്ട് ഞാനിത് അനുഭവിക്കുന്ന ഒരാളാണ്. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ മുഖങ്ങൾ എന്നെ തേടി വരുന്നു. അപ്പോൾ നമ്മളനുഭവിക്കുന്ന ഒരു ഇതുണ്ട്, മറ്റുള്ളവർ. അപ്പോൾ ആ വീട്ടുകാരെത്ര സങ്കടങ്ങളായിരിക്കും അനുഭവിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കുടുംബം മനീഷിനെ കാത്തിരിക്കുകയാണ്. വളരെ വേഗത്തിൽ മോൻ വരണം. കാണുന്ന ആരുകളുണ്ടെങ്കിൽ മനീഷിനെ കണ്ടെത്തിയാൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും മനീഷിൻ്റെ നാട്ടിലെത്താൻ വേണ്ടുന്ന ചെയ്യും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് മനീഷ് തിരിച്ചു വരും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ഇവിടുന്ന് പോകുന്നത് മനീഷിനെ കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ്. മോൻ വരണം. 2008 മുതൽ സൗദി റിയാദിലുള്ള കോഴിക്കോട് സ്വദേശി റഷീദ് കഴിഞ്ഞ 4 വർഷമായി രേഖകളൊന്നുമില്ലാതെ ഹതാശനായി കഴിയുകയാണ്. 5 മാസങ്ങൾക്ക് മുൻപ് റഷീദിന് ഒരു അപകടം സംഭവിച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന അതിയായ ആഗ്രഹത്തിലാണ് റഷീദ് ഇപ്പോൾ.
റഷീദിന്റെ ഉമ്മയും ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചാണ് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. റഷീദിനെ കുറിച്ച് നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എത്ര കാലമായിട്ടുണ്ടാവും ഗൾഫിലായിട്ട്? മൊത്തം 8 വർഷമായി. ആകെ 8 വർഷം. 8 വർഷം. അതിലിടയ്ക്ക് വന്നിരുന്നു? ഇല്ല, തീരെ വന്നിട്ടില്ല. വീട്ടിൽ വന്നിട്ടില്ല. കല്യാണം കഴിച്ചോടെ തന്നെയാണോ പോയത്? ഇവർക്കൊരു മാസം. അല്ല, മക്കൾക്ക് ഒരു വയസ്സുള്ളപ്പോ. മൂത്ത 2 കുട്ടികൾ. ഇവിടെ എന്തായിരുന്നു റഷീദിന് പണി? കൂലിപ്പണിയായിരുന്നു. എത്ര മക്കളാ? 4 മക്കള്. അവിടെ പോയിട്ട് എന്ത് പണിയെടുത്തിരുന്നു? കോൺട്രാക്ട് പണിയായിരുന്നു. അവിടെ ഈ സ്പോൺസറുടെ കൂടെ തന്നെ ആയിരുന്നോ, അതോ ഈ കൊണ്ടുപോയ ആളുടെ കൂടെ ആയിരുന്നോ, അതോ വേറെ ആളുടെ ചാടി ജോലി ചെയ്യായിരുന്നു? ചാടി ജോലി ചെയ്യല്ല, വിസ എടുത്തിട്ട് ജോലി ചെയ്യായിരുന്നു. സ്പോൺസറെ കൂടെ അല്ലായിരുന്നു, പുറത്ത് ജോലി ചെയ്യായിരുന്നു. പുറത്ത് ജോലി ചെയ്യാം. വിസ എടുത്ത് പുറത്ത്. വേറെ ആള് വിസ സ്പോൺസറെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. റഷീദ് കണ്ടിട്ടില്ല. ഒരു തമിഴനാണ്. പിന്നെ വിസ 3 വർഷം അടിച്ചു കൊടുത്തത് ഇക്കാമ. ഒരു തമിഴനാണ് 3 വർഷം ഇക്കാമ അടിച്ചു കൊടുത്തത്. സ്പോൺസറായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ ആ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു ഇതും. പിന്നെ നിതാകത്തിലാണ് അവന് പോരാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാൻ പറഞ്ഞപ്പോൾ പോരാൻ വേണ്ടി നോക്കിയപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ തന്നാൽ 3000 റിയാൽ തന്നാൽ സ്പോൺസറെ വേറെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട് മൂത്ത പെൺകുട്ടിയുണ്ട്, +2 പഠിക്കുകയാണ്, കൊണ്ടുവരാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ ആ കുട്ടി ഇത്രയും വലിപ്പമായതല്ല, ഞാനിപ്പോൾ പോന്നാലെങ്ങനെ അമ്മ, അതുകൊണ്ട് ഞാനൊരു വിസ ശരിയാക്കട്ടെ, എന്നിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് 4-5 മാസം കൊണ്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊടുത്ത പൈസയും പോയി, വിസയില്ല, പോരാനും കഴിഞ്ഞില്ല. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പോരണം ഏത് സമയത്തും പറയും, പോരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ 5 മാസം മുമ്പ് പെരുന്നാളിൻ്റെ മുമ്പ് വീണിട്ട് മുകളിൽ വീണ് 2 കാലും ഒടിഞ്ഞു. 2 കാലും ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടു. കോട്ടയത്തിരുന്ന ഒരു സുഹൃത്താണ് നോക്കുന്നത്, റൂമിലിരുന്ന് ഭക്ഷണം കൊടുക്കുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും മരത്തി പിടിച്ച് കൊണ്ടുവരും എല്ലാ സഹായം ചെയ്തു കൊടുത്ത് ഭക്ഷണം കൊടുത്തു. ആരെങ്കിലും 5-10 റിയാൽ, അതല്ലെങ്കിൽ 10-50 റിയാൽ കൊടുത്തിട്ട് അങ്ങനെ അവർ നോക്കിക്കൊണ്ട് പോരുകയാണ്. ഇപ്പം എന്തായാലും വേണ്ടില്ല എൻ്റെ മോനെ ഇവിടെ തിരിച്ചെത്തി തരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാലെ സുഖാക്കിയിട്ട് 4 മക്കളുണ്ട്, ഒന്നിനെ കെട്ടിക്കാനായി. ആ 4 മക്കളെയും പോറ്റുന്ന എന്നെയും പോറ്റുന്ന ഇവളാണ് ഒരു പണിയെടുത്ത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ തിരിച്ചെത്തണം. ഈ മക്കൾക്ക് അറിയില്ല, പാപ്പാന് 1 വയസ്സുള്ളപ്പോൾ പോയതാ. മോളെന്താ കരയുന്നേ? ഉപ്പ വരൂലോ? ഇല്ല, കരയുന്നത്. പിന്നെന്താ വിഷമിക്കുന്നേ? ഉപ്പ വരൂലോ, വേഗം വരൂലോ, അതിനല്ലേ നമ്മളിവിടെ വന്നേ. ഫോൺ നമ്പർ ഉണ്ട്, റൂമിൽ കൊണ്ട് കാണിച്ചു തരാൻ ആളുണ്ട് അവിടെ. ആ നമ്പറും വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചു തരണം ഈ മക്കൾക്ക്. വന്നിട്ട് എങ്ങനെയെങ്കിലും പ്രവാസ ലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടിയാണ്. റഷീദ് ഇന്ന് നിയമം ലംഘിച്ച ഒരു കുടിയേറ്റ തൊഴിലാളിയാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്ന പട്ടികയിലാണ് റഷീദിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പറയുന്നത് ഈ ആളുകൾ നിയമം ലംഘിച്ച് കയറിപ്പോയി. ഗൾഫ് രാജ്യങ്ങളിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും നിയമലംഘകനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരവിടെ ആകാശത്ത് നിന്ന് പൊട്ടിയൊന്നുമല്ല. അവിടുത്തെ വ്യവസായികളോ വ്യാപാരികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കൊടുത്ത വിസയിലാണ് അവിടെ നിന്നുള്ള ജീവിക്കുന്ന ഇന്ത്യക്കാരിൽ മലയാളികളിൽ 100% ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ചെന്നതിന് ശേഷം അവർക്ക് കൃത്യമായ തൊഴിൽ നൽകാനോ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാതെയോ അവിടെ തന്നെ പെട്ടുപോയവരാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ എന്നും നിയമലംഘകരെന്നും മറ്റും പറയുന്ന ആളുകൾ. അവിടുത്തെ ഗവൺമെൻറ്റുകൾ നമ്മളുടെ ഈ ആളുകളെ, നമ്മളെ ഗവൺമെൻറ്റും അങ്ങനെ തന്നെ പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. പ്രവാസ്യകാര്യ വകുപ്പ് നിർത്തലാക്കാൻ കാരണം പ്രവാസികൾ തങ്ങളുടെ പരിഗണനയിലുള്ള
ഇല്ലാത്തൊരു സമൂഹമാണ് എന്ന് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ പരിഗണനയിൽ വരാത്ത ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. അതുകൊണ്ട് ഒരു നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലേക്ക് പ്രവാസത്തെ കൂടി മാറ്റുകയാണ് ഗവൺമെൻറ് ചെയ്തത്. വിദേശകാര്യം എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുന്ന ഒരു വകുപ്പാണ്. അതിലേക്ക് ഈ പ്രവാസത്തെ അല്ലെങ്കിൽ മൈഗ്രേഷനെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഈ സമൂഹം നിരാകരിക്കപ്പെടേണ്ടവരാണ്. ഇവർ ഒരു കാരണവശാലും പരിരക്ഷിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള ഒരു ഇതിലാണ് സുഷമ സ്വരാജ് എന്ന് പറയുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഓർഡറിലൂടെ പ്രവാസികാര്യ വകുപ്പില്ലാതായി. അതായത് ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ തങ്ങൾക്ക് ഒരിക്കലും ബാധകമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഗവൺമെൻറ്റുകൾക്ക് ബാധകമല്ല എന്ന് ഖണ്ഡിതമായി പറയുന്നതാണ് ഇവരുടെ നിലപാട് എന്നുള്ളതാണ്. റഷീദിനെ പോലെയുള്ള ഹതഭാഗ്യരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിലുണ്ട്. റഷീദിൻ്റെ അവസ്ഥ വളരെ നിസ്സഹായമായുള്ളൊരവസ്ഥയാണെന്ന് എനിക്കറിയാം. രണ്ടു കാലും ഒടിഞ്ഞ് തൊഴിലിനിടയിൽ നഷ്ടപ്പെട്ടതാണ്. ഇൻഷുറൻസ് ഇല്ല, മറ്റു പരിരക്ഷയില്ല, യാതൊന്നുമില്ല റഷീദിന്. അത്തരത്തിലുള്ള ഒരാളെയാണ് നമ്മളുടെ അടുത്ത് വന്ന് ആ കുടുംബം അന്വേഷിക്കുന്നതും സഹായം അഭ്യർത്ഥിക്കുന്നതും. തീർച്ചയായിട്ടും പ്രവാസ ലോകം പ്രവർത്തകർക്ക്, പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഈ റഷീദിനോട് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. നമ്മൾ അത് പരിഹരിക്കാൻ നിർബന്ധിതരാണ്. മനുഷ്യസ്നേഹികളായിട്ടുള്ള എല്ലാ പ്രവാസ ലോകം പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, റഷീദിന് നിങ്ങൾ സഹായിക്കണം, റഷീദിനെ നാട്ടിലെത്താൻ സഹായിക്കണം. റഷീദിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ്. ആ സഹോദരി അധികം സംസാരിക്കാത്തത് അവർക്ക് അതിന് കെൽപ്പില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. മക്കൾ 2 പേര് വന്നിട്ടുണ്ട്, 2 പേര് നാട്ടിലാണ്. അതിൽ ചെറിയ മോള് എന്താണ് കാണിക്കുന്നതെന്ന് നമ്മളെല്ലാവരും കണ്ടു. ഉപ്പ കണ്ട വിഷമാവില്ലേ ഇങ്ങനെ കരയുന്നേ? കരണ്ടാട്ടാ വരും. ലോകത്തെമ്പാടും പ്രവാസ ലോകത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ആളുകൾ നിങ്ങളെ ഈ റഷീദിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ പങ്കാളികളാവും. നിങ്ങളവർ സഹായിക്കും. കഴിയാവുന്ന സഹായങ്ങൾ മുഴുവൻ റഷീദിൻ്റെ കയ്യിൽ കൊടുത്ത് റഷീദിനെ നാട്ടിലേക്ക് അയക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കുന്നത് പൂർണ്ണമായ ഉത്തരവാദിത്തോടുകൂടി പ്രവാസികൾ ഈ കാര്യം ഏറ്റെടുക്കുമെന്ന പ്രത്യാശയോടു കൂടിയാണ്. പൊക്കോളേട്ടാ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. റഷീദിന്റെ ദുരന്തം ആർക്കും സംഭവിച്ചേക്കാം. മതിയായ യാത്രാരേഖകളില്ലെങ്കിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. 2 കാലുകളും ഒടിഞ്ഞ് പരസഹായത്തോടുകൂടി വിദേശത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം നാട്ടിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്നതായിരുന്നില്ലേ? റഷീദിന്റെ തുണയ്ക്ക് ആരെങ്കിലും എത്തും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.